ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ അറിയിപ്പുകളും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടർന്നുകൊണ്ടിരിക്കും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത ഉള്ളതിനാൽ കേരളത്ത് ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ മലയോര മേഖലകളിലും അതിതീവ്ര ജാഗ്രത പാലിക്കണം. രാത്രിയിലുള്ള യാത്രക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ നന്നായി ജാഗ്രത പാലിക്കുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സിംഗപ്പൂരിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടിയതിന് പിന്നാലെ വൈറസ് വകഭേദങ്ങൾ KP1, KP2 എന്നിവ ഇന്ത്യയിലും കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 300-ലേറെ കോവിഡ് ബാധിതരിൽ ഈ വകഭേദങ്ങൾ സ്ഥിരീകരിച്ചു. JN1 വൈറസിന്റെ ഉപവകഭേദങ്ങളാണെന്നും ആശുപത്രിയിലും പുതിയ കേസിലും വർധനവില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനാൽ ആശങ്കപ്പെടേണ്ട എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക ക്ഷേമ പെൻഷനിൽ 2 മാസത്തെ കുടിശ്ശിക നൽകാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. ഈ മാസം 31 മുമ്പ് തന്നെ ഔദ്യോഗിക ഉത്തരവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ധനവകുപ്പ് അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ വന്ന പുതിയ അറിയിപ്പ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ 4 വർഷം പിന്നിടുകയാണ്. ഇനി 1 വർഷം മാത്രമാണ് ഭരണത്തിലുള്ളത്. അതിന് പിന്നാലെ ഇലക്ഷൻ വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവ കൊടുത്തു തീർക്കൽ വളരെ പ്രധാനമുള്ളതാണ്. സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ആനുകൂല്യങ്ങൾ കൈക്കൊള്ളുകയും വേണ്ടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നിയന്ത്രണത്തിൽ ഇളവ് ലഭിച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ശ്രമകരമായ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടതാണ്. സപ്ലൈകോ വിപണിയിൽ വിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയേക്കാൾ ഉയർന്ന വില. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ ഏകദേശം വില 140 രൂപയും ചില്ലറ വില 145 രൂപ വരെയുമാണ്. എന്നാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി അടക്കം 155 രൂപയാണ് വില. 1 ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് 171 രൂപയാണ് വരുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും വരും മാസങ്ങളിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുമെന്നാണ് സപ്ലൈകോ അധികൃതർ പറയുന്നത്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.